Hi friends, welcome to my new lecture on DME-II, SHME KTU. Today we are going to see or study a new module 5, design of belt drives. We all know about various belt drives and we also seen various belts in our daily life. That is, when we are going to in a sawmill, we will see different types of belts and other drives. So, its application relating to that for heavy duty applications and in heavy factories, we have to transfer our generated power. So, this power generated can be transferred through belts and other chain drives. In this chapter, we are studying the design of that type of belt drives and chain drives. So, for today, we are going to study design of belt drives and first to study design procedure for flat belt drives and later we will see for V belt and for chain drives. So for that and our convenience for equations we referring data handbook of K. Mahadevan and Balveerareddy. So our first step 1 start with make a preliminary decision regarding these following 5 conditions. The first condition A is material used for belt. If in question for solving there is not specified any material for the belts, we have to select or assume oak tanned or mineral tanned leather with a design stress of 2 megapascal. If in the question design stress or the material is not specified, we have to select or assume a suitable material that most probably we generally select oak tanned or mineral tanned leather belt. ഓക്കെ, അതായത് ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. നമ്മൾ ബെൽറ്റ് ഡ്രൈവ്സിൻ്റെ ചെയിൻ ഡ്രൈവ്സിൻ്റെയും ഡിസൈനാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 കണ്ടീഷനുണ്ട്, അത് കണ്ടുപിടിക്കുകയാണ്. അതായത് കണ്ടീഷൻ മെറ്റീരിയലാണ്. ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ജനറലായിട്ടൊരു മെറ്റീരിയൽ അസ്യൂം ചെയ്യുന്നു. ശേഷം മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പുള്ളി, ബെൽറ്റ് നമ്മൾ ചെയ്തു, ഇനി പുള്ളി ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ കാസ്റ്റ് ആണ് അസ്യൂം ചെയ്യുക. അടുത്തത് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് റിക്വയർഡ്. ജനറലി സിമെൻറ്റഡ് ജോയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനാണ് 100% എഫിഷ്യൻസി ഉള്ളത്. സോ അത് നമ്മൾ എടുക്കുന്നത് ഡേറ്റ ഹാൻഡ് ബുക്ക് പേജ് 307 ടേബിൾ 4.5 നിന്നാണ്. അതിൽ സിമെൻറ്റഡ് എൻഡ്ലെസ് ആൻഡ് സിമെൻറ്റഡ് അറ്റ് ഫാക്ടറി relative strength of joint to an equal section of solid leather efficiency 90 to 100% ആണ് പറയുന്നത്. സോ നമ്മൾ 100% എഫിഷ്യൻസ് ആയിട്ടുള്ള ഈ ടൈപ്പ് ജോയിൻറ്റ് സിമെൻറ്റഡ് ജോയിൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് സർവീസ് കണ്ടീഷൻ. ഡേറ്റാ ബുക്ക് പേജ് 310 ടേബിൾ 14.8 ഉണ്ട്. അവിടെ നിന്നുമാണ് നമ്മൾ സർവീസ് ഫാക്ടർ CS സെലക്ട് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ സർവീസ് ഫാക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഡേറ്റാ ബുക്ക് പേജ് 310 ടേബിൾ 14.8 റെഫർ ചെയ്ത് CS 1.2 സെലക്ട് ചെയ്യുക. അതായത് 1.2 അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനും ക്ലീൻ ഷെഡ്യൂൾഡ് മെയിൻറ്റെയിൻസ് ഓൺ ലാർജ് ഡ്രൈവ്സ് എന്നുള്ള കണ്ടീഷനാണ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് ഡിസൈൻ പവറാണ്. ഡിസൈൻ പവർ PD ഈസിക്കൽ ടു പവർ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട പവർ ഇൻറ്റു ദി സർവീസ് ഫാക്ടർ CS. സോ ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ഓവറായിട്ടുണ്ട്. അടുത്തത് find diameter of motor pulley or driver using the equation D is equal to 630 into cube root of P by omega max. Omega max is equal to 2 pi n max by 60. ഇത് ഡേറ്റാ ബുക്ക് പേജ് 313 ഉണ്ട്. 313 നമ്മൾ നോമിനൽ ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നത്.
ഈ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ 630 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് പി ബൈ ഒമേഗ മാക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡേറ്റാ ബുക്ക് പേജ് ഇക്വേഷൻ ഡേറ്റാ ബുക്ക് പേജ് 292 ഇക്വേഷൻ 14.9a. അതിൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് 525 മൈനസ് 630 എന്നാണ്. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഡേറ്റാ ബുക്കിൽ ആ ഇക്വേഷനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 525 മൈനസ് 630 എന്നുള്ളതല്ല, 630 ഇൻറ്റു ക്യൂബ് റൂട്ട് എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ. എന്നിട്ട് ശേഷം പേജ് നമ്പർ 313 ടേബിൾ 14.13 റെഫർ ചെയ്ത് നമുക്ക് നോമിനൽ ഡയമീറ്റർ ഓഫ് ഈ കാസ്റ്റ് അയൺ ആൻഡ് പുള്ളി കണ്ടുപിടിക്കാവുന്നതാണ്. അവിടെ നോമിനൽ ഡയമീറ്റർ ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് മൺസ്റ്റീൽ പുള്ളി ടേബിൾ 14.13b ഇത് കൊടുത്തിട്ടുണ്ട്. 40, 45, 50, 56 അങ്ങനെ കുറേ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന. അടുത്ത സ്റ്റെപ്പ് 3 ആണ്. കാൽക്കുലേറ്റ് ദി ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി ബൈ കൺസിഡറിങ് ദി സ്ലിപ്പ് കൺസിഡർ ചെയ്താണ് നമ്മൾ പുള്ളിയുടെ അല്ലെങ്കിൽ ഡ്രിവൺ മെമ്പറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. അതായത് ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ ഇൻറ്റു ഡി ഐ. ഇ എന്നുള്ളത് സ്ലിപ്പ് ഫാക്ടറാണ്. ഇറ്റ് വേരീസ് ഫ്രം 1 to 3%. അതിലേതൊരു പെർസെൻറ്റേജ് നമുക്ക് എടുക്കാം. അത് ശേഷം റേഷ്യോ ആണ്, സ്പീഡ് റേഷ്യോ NS/NL, ദാറ്റ് ഈസ് സ്മോൾ d ബൈ ക്യാപിറ്റൽ D. ഇന്നർ ഡയമീറ്റർ ബൈ ഔട്ടർ ഡയമീറ്റർ ആണ്. അത് ഡേറ്റാ ബുക്ക് പേജ് 313 ടേബിൾ 14.13p. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവിടെ കുറേ ഡയമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നാണ് നമ്മൾ ഇതിന് വേണ്ടുന്ന ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നത്. സ്ലിപ്പ് ഫാക്ടർ 1 to 3%, ഒരു പെർസെൻറ്റേജ് നമ്മൾ എടുക്കുന്നു. ശേഷം ഇ ഇൻറ്റു ഐ, അതിൽ നമ്മൾ ഐക്ക് സ്പീഡ് റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് എന്തുവാണ്, ഏതാ സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഗിവൺ ഡേറ്റയായി നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതായിരിക്കും. സോ ഈ NS/NL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഓഫ് സ്മോളർ പുള്ളിയും സ്പീഡ് ഓഫ് ലാർജർ പുള്ളി എന്നുമാണ്. അപ്പോൾ സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സ്മോളർ പുള്ളിയും ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ലാർജർ പുള്ളിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കാൽക്കുലേറ്റ് ബെൽറ്റ് സ്പീഡിൻ്റെ ഇക്വേഷൻ. നമുക്ക് സ്പീഡിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, πdN/60. സോ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ 60,000 നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ ഇവിടെ πdN/ഡ്രൈവർ, ഏതാണോ നമ്മുടെ ഡ്രൈവർ അതിൽ നിന്നാണ്, അതായത് പുള്ളിയാണ് നമ്മുടെ ഡ്രൈവർ അല്ലേ. സോ ആ മോട്ടോർ പുള്ളി, ഡ്രൈവറായിട്ടുള്ള മോട്ടോർ പുള്ളിയിൽ നിന്ന് അതിൻ്റെ സ്പീഡാണ് എടുക്കേണ്ടത്. ആ സ്പീഡ് ഇൻറ്റു നമ്മുടെ ഈ സ്ലിപ്പ് ഫാക്ടർ കൺസിഡറേഷനും കൂടെ വരും. അതാണ് 1 മൈനസ് ഈറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. സോ അതും കൂടി ഒരു എക്സ്ട്രാ വരുമെന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് D ഡയമീറ്റർ ഓഫ് ഡ്രൈവറും N RPM ഓഫ് ഡ്രൈവറുമാണ്. എല്ലാം ഡ്രൈവറിൻ്റെ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സെൻറ്റർ ഡിസ്റ്റൻസ് C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 to 2 ഇൻറ്റു D പ്ലസ് D, അതായത് ക്യാപിറ്റൽ D പ്ലസ് സ്മോൾ d. ലാർജർ പുള്ളി ഡയമീറ്റർ പ്ലസ് സ്മോളർ പുള്ളി. അത് ഡേറ്റാ ബുക്ക് പേജ് 290 ഇക്വേഷൻ 4.2t. അവിടെ നിന്ന് നമുക്ക് സെൻറ്റർ ഡിസ്റ്റൻസ് സിക്കുള്ള ഇക്വേഷൻ കിട്ടുന്നതാണ്. ഡേറ്റാ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കാനായി ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. 4.2tയിൽ ഇക്വേഷൻ ഉണ്ട്. സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.07 to 0.10 ഇൻറ്റു വി ഇക്വേഷൻ ഉണ്ട്. ഓർ സി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1.5 to 2 ഇൻറ്റു ഡി പ്ലസ് ഡി. സ്മോൾ ഡയമീറ്റർ പ്ലസ് ലാർജർ ഡയമീറ്റർ ഇൻറ്റു 1.5 to 2. ഇതിനിടയ്ക്കുള്ളൊരു വില മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിക്കുള്ള വില കിട്ടും. സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതേ പേജിൽ തന്നെ 14.3d ഇക്വേഷൻ
14.3 d എന്നാണ് ഇക്വേഷൻ. mu is equal to 0.54 minus 0.712 by 2.542 t plus v. 2.542 plus v into tv എന്നല്ല 2.542 plus v എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 7 to study design procedure for flat belt drives, and later we will see for V belt and for chain drives. So for that and our convenience for equations, we referring data handbook of K. Mahadevan and Balveer Reddy. So our first step, step 1, start with make a preliminary decision regarding these following 5 conditions. The first condition A is material used. അടുത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ഡേറ്റാ ബുക്ക് പേജ് 289, 14.1 ഇക്വേഷൻസ് 14.1 എ ബി എന്നുള്ള ഫോണ്ട് 14.2 എ. ഈ 3 ഇക്വേഷൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ലഭിക്കുന്നതാണ്. ആ ഇക്വേഷൻസ് ഉണ്ട് ഫോർ ഓൺ സ്മോളർ പുള്ളീസും ഓൺ ലാർജർ പുള്ളീസും. അതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. ഓൺ സ്മോളർ പുള്ളിയാണ് തീറ്റ എസ്, പൈ മൈനസ് 2 സൈൻ ഇൻവേഴ്സ് d minus d by 2c is approximately equal to pi minus d minus d by c. അതാണ് 14.1 എ. അടുത്തത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഫോർ ലാർജർ പുള്ളി, അതാണ് തീറ്റ എൽ, പൈ പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് d മൈനസ് d ബൈ 2c ഓർ പൈ പ്ലസ് d മൈനസ് d ബൈ c. അത് രണ്ടും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണെങ്കിലുള്ള ഇക്വേഷനാണ് ഈ തീറ്റ എസും തീറ്റ എല്ലും നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്, 14.1 എയും 14.1 ബിയും. ഇനി ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഉള്ള ഇക്വേഷനാണ് സ്മോളർ പുള്ളിക്കും ലാർജർ പുള്ളിക്കും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ സെയിം ഇക്വേഷനാണ്, പൈ പ്ലസ് ഡി ബൈ സി ഓർ പൈ പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ഡി പ്ലസ് ഡി ബൈ 2c. സെയിം ഇക്വേഷനാണ് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ. ലാർജർ പുള്ളിക്കും സ്മോൾ പുള്ളിക്കും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ലെക്ചർ ഓൺ DME-II SHME KTU. Today we are going to see or study a new module 5, design of belt drives. We all know about various belt drives, and we also seen various belts in our daily life. That is, when we are going to in a sawmill, we will see different types of belts and other drives. So its application relating to that for heavy duty applications and in heavy factories, we have to transfer our generated power. So this power generated can be transferred through belts and other chain drives. In this chapter, we are studying the design of that type of belt drives and chain drives. So for today, we are going to study design of belt drives, and first
then find out these four values, that is PD. ഈ പവർ കണ്ടുപിടിക്കാം. T1 minus T2 into V by 1000, പേജ് 291, 14.5a ഇക്വേഷൻ. അതുപോലെ തന്നെ റേഷ്യോ ആണ്, ബെൽറ്റ് ടെൻഷൻ്റെ റേഷ്യോ ആണ് T1 minus TC by T2 minus TC to e raised to mu theta. അത് വെലോസിറ്റി നമ്മൾ ആദ്യത്തെ പ്രൊസീജിയറിൽ കണ്ടുപിടിച്ചിരുന്നു. അത് 10 മീറ്റർ പെർ സെക്കൻഡ് താഴെയാണെങ്കിൽ ഈ ഇക്വേഷൻ T1 by T2 എന്നുള്ള ഇത് മാത്രം ചെയ്താൽ മതിയാകും. അത് പേജ് 290, ഇക്വേഷൻ 14.3c ഉണ്ട്. ഓക്കെ, അടുത്തത് റൂട്ട് T1 പ്ലസ് റൂട്ട് T2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് TO. ഇതും ഡേറ്റാ ബുക്ക് പേജ് 291, ഇക്വേഷൻ 14.8 റിലേഷൻ ബിറ്റ്വീൻ ഇനിഷ്യൽ ടെൻഷൻ ആൻഡ് പവർ ടെൻഷൻ, വെയർ TO ഈസ് ദി ഇനിഷ്യൽ ടെൻഷൻ ഇൻ ന്യൂട്ടൺ. അപ്പോൾ അവിടെ നമുക്ക് ആ വാല്യൂ കിട്ടും. അടുത്തത് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ആണ്. സെയിം പേജ് നമ്പർ തന്നെ, ഇക്വേഷൻ 14.3e. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ബെൽറ്റ് ഇൻ ന്യൂട്ടൺ, that is TC is equal to WBTV square divided by 10 raised to 6 into G, or W dash into V square by G എന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് ഒരു ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടുന്ന പ്രൊസീജിയർ. നമ്മൾ മൊഡ്യൂള് 5 ആണ് ഇപ്പോൾ പഠിക്കുന്നത്. ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും ചെയിൻ ഡ്രൈവിൻ്റെയും ഡിസൈനാണുള്ളത്. സോ ഞാൻ ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. സ്റ്റെപ്പ് 1 കുറച്ച് കാര്യങ്ങൾ, മെറ്റീരിയൽ ഓഫ് ബെൽറ്റും പുള്ളിയും ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തു, സർവീസ് ഫാക്ടർ എടുത്തു. ശേഷം നമ്മൾ ഡയമീറ്റർ ഓഫ് പുള്ളി, ഡ്രിവൺ മെമ്പറിൻ്റെയും ഡ്രൈവർ മെമ്പറിൻ്റെയും ഡ്രിവൺ മെമ്പറിൻ്റെയും ഡയമീറ്റേഴ്സ് ആണ് കണ്ടുപിടിച്ചത്. അതിൽ സ്ലിപ്പൊക്കെ കൺസിഡർ ചെയ്ത് ഡയമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചു. ശേഷം നമ്മൾ ബെൽറ്റ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം സെൻറ്റർ ഡിസ്റ്റൻസ്, ശേഷം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ ദി ബെൽറ്റ്, ശേഷം ലെങ്ത് ഓഫ് ബെൽറ്റ്, അത് ഓപ്പൺ ബെൽറ്റ് ആണോ ക്ലോസ്ഡ് ബെൽറ്റ് ആണോ എന്നുണ്ട്, അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ശേഷം ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്, അതും ഇതുപോലെ ഓപ്പൺ ബെൽറ്റും ക്ലോസ്ഡ് ബെൽറ്റും ഉണ്ട്. അതിനുശേഷം ബെൽറ്റിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നു. ശേഷം പവറും ടെൻഷൻ റേഷ്യോയും ടെൻഷനും സെൻട്രിഫ്യൂഗൽ ടെൻഷനും ഒക്കെ കണ്ടുപിടിക്കുന്നു. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.